മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ SIT കസ്റ്റഡി വിട്ടിരിക്കുകയാണ് കോടതി. കൊല്ലം വിജിലൻസ് കോടതി ഒരു ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചു എന്ന വാർത്ത വരുന്നു. ശ്രീകുമാറിനെ SIT കൂടുതൽ ചോദ്യം ചെയ്യും. AV ജയശങ്കറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, ഈ ഘട്ടത്തിൽ ശ്രീകുമാറിനെ, അദ്ദേഹം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, ശ്രീകുമാറിനെ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം നിർണായകമായിരിക്കും? അതായത് വിനീത, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആ കാലത്ത് നിർണായകമായ രേഖകൾ കൈകാര്യം ചെയ്ത AO ശ്രീകുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമാണ് SIT കോടതിയിൽ ഉന്നയിച്ചത്. ഇദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെന്നും ചില മൊഴികൾ ഇദ്ദേഹവുമായി ആലോചിക്കാനുണ്ടെന്നും ആ മൊഴികളിൽ കൃത്യത വരുത്താനുണ്ടെന്നാണ് SIT കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം കോടതി അംഗീകരിച്ചു. അങ്ങനെയാണ് ശ്രീകുമാറിന് എന്തായാലും ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. SITയും ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും ആ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നു. നാളെ വൈകുന്നേരം വരെ ശ്രീകുമാർ SIT കസ്റ്റഡിയിൽ തുടരും. ഈ ഘട്ടത്തിൽ ഇതിനു മുമ്പ് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ആളുകളുടെ ഉൾപ്പെടെ മൊഴി ശ്രീകുമാറിന് മുന്നിലേക്ക് വെക്കും. ആ മൊഴിയും ശ്രീകുമാറിന്റെ മൊഴിയും പൊരുത്തപ്പെടുന്നുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും SIT പരിശോധിക്കുക. എന്തായാലും ശ്രീകുമാർ SIT കസ്റ്റഡിയിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തെ വിശദമായി ഈ ചോദ്യം ചെയ്യാനാണ് SIT നിലവിൽ ആലോചിക്കുന്നത്. ഈ അന്തിമ റിപ്പോർട്ട് ഉൾപ്പെടെ സമർപ്പിക്കേണ്ടതിനാൽ തന്നെ കേസന്വേഷണത്തിൽ കുറ്റപത്രവും സമർപ്പിക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായാണ് ഇങ്ങനെ ഓരോ ദിവസം വെച്ച് ഓരോ ആളുകളെ ചോദ്യം ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നത്. എന്തായാലും വിശദമായൊരു ചോദ്യം ചെയ്യൽ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ SIT ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ആരംഭിക്കും. വിനീത, അതാണ് ഏതായാലും ഒരു ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ ശ്രീകുമാറിനെ നൽകിയിരിക്കുന്നത്. ജയശങ്കർ വിശദാംശങ്ങൾ